Hi students, Industry Instrumentation and Automation കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് ഫിഫ്ത്ത് മൊഡ്യൂളിൻ്റെ ആദ്യ ടോപ്പിക്സുകളായിരുന്നു. സോ ഫിഫ്ത്ത് മൊഡ്യൂൾ ഡീൽ ചെയ്യുന്നത് ഓട്ടോമേഷൻ സിസ്റ്റത്തെ പറ്റിയാണ്. സോ ഓട്ടോമേഷൻ സിസ്റ്റത്തിന് ഏതൊക്കെ തരം ഓട്ടോമേഷൻ സിസ്റ്റംസ് ഉണ്ട്, എന്തൊക്കെയാണ് അതിൻ്റെ പെക്യൂലിയാരിറ്റീസ്, അതിൻ്റെ ഫീച്ചേഴ്സ്, അതിൻ്റെ അഡ്വാൻറ്റേജസ്, എന്തുകൊണ്ട് നമ്മൾ ഓട്ടോമേഷൻ സിസ്റ്റം ഇത്ര വളരെ അധികമായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നു, ഇങ്ങനെയുള്ള ടോപ്പിക്സുകൾ നമ്മൾ കവർ ചെയ്തു. പിന്നെ രണ്ടാമതായിട്ട് നമ്മൾ നോക്കിയത് അതിൻ്റെ ആർക്കിടെക്ചറായിരുന്നു. ഒരു ഓട്ടോമേഷൻ സിസ്റ്റത്തിന് എന്തൊക്കെ മൊഡ്യൂൾസ് ഉണ്ട്, ഒരു ഓവർവ്യൂ കഴിഞ്ഞു. അത് കഴിഞ്ഞ് മൂന്നാമത്തായിട്ട് ഏറ്റവും മെയിനായിട്ടൊരു ടോപ്പിക്കാണ് ആക്ച്വേറ്റേഴ്സ്. സോ ആക്ച്വേറ്റർ എന്ന് പറയുമ്പോൾ ഏതൊരു സിസ്റ്റമാണോ നമ്മൾ കൊടുക്കുന്ന കൺട്രോൾ സിഗ്നലിനെ നമുക്ക് വേണ്ട ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത് അവരെ ആക്ച്വേറ്റേഴ്സ് എന്ന് പറയും. സോ ഒരു ഇൻഡസ്ട്രിയൽ ഏരിയ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് ആക്ച്വേറ്റർ സിസ്റ്റം. സോ ഓട്ടോമേഷനിലാണ് നമ്മൾ ആക്ച്വേറ്റേഴ്സിന് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആക്ച്വേറ്റേഴ്സ് പലതരത്തിലുണ്ട്. അതിൽ ഫസ്റ്റ് രണ്ട് തരത്തിലുള്ളത് ന്യൂമാറ്റിക്, അതേപോലെ ഹൈഡ്രോളിക് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി അങ്ങോട്ടുള്ള ആക്ച്വേറ്റിംഗ് സിസ്റ്റംസ് നമ്മൾ ഡിസ്കസ് ചെയ്തത് വീഡിയോ ലെക്ചേഴ്സ് വെച്ചിട്ടായിരിക്കും. സോ മൂന്നാമത്തെ ടൈപ്പ് ഓഫ് ആക്ച്വേറ്റേഴ്സാണ് ഇലക്ട്രോ മെക്കാനിക്കൽ ആക്ച്വേറ്റിംഗ് സിസ്റ്റം. സോ ഇലക്ട്രോ മെക്കാനിക്കൽ ആ പേരിൽ തന്നെ ഉണ്ട് എന്താണ് അത് ഉദ്ദേശിക്കുന്നതെന്ന്. ഒരു ഇലക്ട്രോ മെക്കാനിക്കൽ ആക്ച്വേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത് ഏതൊരു സിസ്റ്റമാണോ ഇലക്ട്രിക്കലായിട്ടുള്ളൊരു കൺട്രോളിങ് സിഗ്നലിനെ മെക്കാനിക്കലായിട്ട് കൺവേർട്ട് ചെയ്യുന്നത്, അതിനെ നമ്മൾ ഇലക്ട്രോ മെക്കാനിക്കൽ അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ ആക്ച്വേറ്റിംഗ് സിസ്റ്റം എന്ന് പറയും. ഇതിന് ഏറ്റവും സിമ്പിളായിട്ടുള്ളൊരു എക്സാമ്പിൾ നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന മോട്ടോഴ്സും ആണ്. സോ ഒരു മോട്ടോർ ഏറ്റവും സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ടായിട്ടുള്ള ഇലക്ട്രിക്കൽ സിഗ്നലിനെ ഒരു മെക്കാനിക്കൽ ഫോഴ്സായിട്ട് കൺവേർട്ട് ചെയ്ത് തരും. സോ ഇതൊരു ഇലക്ട്രോ മെക്കാനിക്കൽ ആക്ച്വേറ്റിംഗ് സിസ്റ്റം കൺസിഡർ ചെയ്താൽ അത് വർക്ക് ചെയ്യുന്നത് ലോറൻസ് ലോ ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സ് ഉപയോഗിച്ചിട്ടാണ്. സോ എന്താ ലോറൻസ് ലോ ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു കറണ്ട് ക്യാരിങ് കണ്ടക്ടറിനെ നമ്മളൊരു മാഗ്നറ്റിക് ഫീൽഡിൽ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ ആ കണ്ടക്ടറിന് ഒരു മെക്കാനിക്കൽ ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യും. അതിനെയാണ് നമ്മൾ ലോറൻസ് ലോ എന്ന് പറയുന്നത്. സോ ബേസിക്കലി ഇലക്ട്രോ മെക്കാനിക്കൽ ആക്ച്വേറ്റിംഗ് സിസ്റ്റംസ് എല്ലാം ഈ ലോറൻസ് ലോ ഉപയോഗിച്ചിട്ടായിരിക്കും വർക്ക് ചെയ്യുന്നത്. ഇതിനുള്ള എക്സാമ്പിൾസാണ് ഞാൻ പറഞ്ഞ മോട്ടോഴ്സ്, ബോത്ത് AC ആൻഡ് DC, പിന്നെ സോളിനോയിഡ്സ്, വോയിസ് കോയിൽസ്, ആക്റ്റീവ് മെറ്റീരിയൽസ്, മെംസ്, ഇവരെല്ലാം ഇലക്ട്രോ മെക്കാനിക്കൽ ആക്ച്വേറ്റിംഗ് സിസ്റ്റത്തിന് എക്സാമ്പിൾസാണ്. സോ ഫസ്റ്റ് വൺ സോളിനോയിഡ്. സോ സോളിനോയിഡ് ഞാൻ പറഞ്ഞ ഇലക്ട്രിക്കൽ ടു മെക്കാനിക്കൽ കൺവേർഷനാണ്. സോ ഇലക്ട്രിക്കൽ ടു മെക്കാനിക്കൽ കൺവേർഷൻ എന്ന് പറയുന്നത് ഈ മെക്കാനിക്കൽ പാരാമീറ്റർ പല രീതിയിൽ വരാം. ഒന്ന് മോഷൻ, നമുക്കറിയാവുന്ന പോലെ ലീനിയർ ആയിട്ടുള്ള റൊട്ടേറ്ററി ആയിട്ടുള്ള മോഷൻ അതിനൊരു എക്സാമ്പിളാണ്. സോളിനോയിഡ്സ് എന്ന് പറയുമ്പോൾ ഇവർ നമുക്ക് തരുന്നത് ലീനിയർ ആയിട്ടുള്ള അല്ലെങ്കിൽ റെക്റ്റി ലീനിയർ ആയിട്ടുള്ള ടു ആൻഡ് ഫ്രോ മോഷൻസ് ആയിരിക്കും ഇവർ തരുന്ന റിസൾട്ട്. അപ്പം മെയിൻലി ഇതിൻ്റെ ഒരു അറേഞ്ച്മെൻറ്റ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. ഒരു ബേസ് മെറ്റീരിയൽ ഉണ്ടാകും, ഇതിനകത്തേക്ക് ഒരു കോയിലും ഒരു പ്ലങ്കറുമാണ്. അപ്പോൾ ഈ കോയിൽ പ്ലങ്കർ മെക്കാനിസമാണ് ഒരു സോളിനോയിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സോ ഈ കോയിലിലേക്കായിരിക്കും നമ്മൾ ഇലക്ട്രിക്കൽ എനർജിയെ കൊടുക്കുന്നത്. ഈ കോയിലിന് കോണ്ടാക്ട്സ് ഉണ്ട്, കോണ്ടാക്ട്സിലേക്ക് നമ്മൾ ഇലക്ട്രിക്കൽ എനർജി കൊടുക്കും. ഈ കൊടുക്കുന്ന എനർജി അനുസരിച്ച് ഒരു കോയിൽ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ പ്ലങ്കറിനെ മൂവ് ചെയ്യിക്കും. സോ എത്രമാത്രം എനർജി നമ്മൾ ഈ കോയിൽ കൊടുക്കുന്നു അതിനനുസരിച്ചായിരിക്കും പ്ലങ്കറിൻ്റെ പുഷും പുള്ളും, അതായത് ടു ആൻഡ് ഫ്രോ മൂവ്മെൻറ്റ് ഉണ്ടാകുന്നത്. സോ ഒരു സോളിനോയിഡിനെ നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ നോക്കുന്ന രണ്ട് ക്രൈറ്റീരിയ എന്ന് വെച്ചാൽ, ഒന്ന് നമ്മൾ അപ്ലൈ ചെയ്യേണ്ട വോൾട്ടേജ്, ഈ കോയിലിന് എത്രയാണ് അതിൻ്റെ വോൾട്ടേജ് റേറ്റിംഗ് എന്നുള്ളത്. രണ്ടാമത് നമ്മൾ നോക്കുന്നത് ഈ പ്ലങ്കറിന് എത്രമാത്രം പുഷ് അല്ലെങ്കിൽ പുൾ ഫോഴ്സ് കൊടുക്കാം എന്നുള്ളതായിരിക്കും രണ്ടാമതായിട്ട് നമ്മൾ നോക്കുന്നത്. സോ ഇത് ബേസിക്കലി നമ്മൾ ഉപയോഗിക്കുന്നത് ഏതൊരു ആപ്ലിക്കേഷനിലാണ് നമുക്ക് പെട്ടെന്ന് അതേപോലെ ലാർജായിട്ടൊരു ഫോഴ്സ് എക്സെർട്ട് ചെയ്യേണ്ടത്, ഈ ആപ്ലിക്കേഷൻസിലായിരിക്കും നമ്മൾ കോയിൽ പ്ലങ്കർ മെക്കാനിസമായ സോളിനോയിഡ്സിനെ നമുക്ക് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു ട്രാൻസ്മിഷൻ സിസ്റ്റം എടുത്തു കഴിഞ്ഞാൽ അത് ഒന്നെങ്കിൽ നമുക്ക് ട്രാൻസ്മിഷൻ ഇൻപുട്ടും ഔട്ട്പുട്ടും തമ്മിൽ ഒരു കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യണം, അല്ലെങ്കിൽ കോണ്ടാക്റ്റ് ബ്രേക്ക് ചെയ്യണം. ഈ ഒരു ആപ്ലിക്കേഷനാണ്. സോ അതിന് വേണ്ടിയിട്ട് നമ്മൾ കോണ്ടാക്റ്റ് മേക്ക് ചെയ്യണമെങ്കിലും ബ്രേക്ക് ചെയ്യണമെങ്കിലും നമ്മൾ കൺട്രോൾ സിഗ്നൽസ് ആയിരിക്കും യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ കൺട്രോൾ സിഗ്നൽസ് ബേസിക്കലി അവരെല്ലാം ലോ ആംപ്ലിറ്റ്യൂഡ് ആയിട്ടുള്ള സിഗ്നൽസ് ആയിരിക്കും. കാര്യം കൺട്രോൾ സിഗ്നൽസ് ഉണ്ടാക്കുന്നത് കൺട്രോൾ യൂണിറ്റ്സുകൾ. കൺട്രോൾ യൂണിറ്റ്സ് എന്ന് പറയുന്നത് നമുക്ക് ബേസിക് ഏറ്റവും സിമ്പിളായിട്ട് അറിയാവുന്നത് മൈക്രോ കൺട്രോളേഴ്സ് ആയിരിക്കും. സോ ഒരു മൈക്രോ കൺട്രോളറിന് തരാൻ പറ്റുന്ന ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ വളരെ ചെറിയ വാല്യൂ ആയിരിക്കും. സോ ഡയറക്റ്റ്ലി ഈ വാല്യൂ എടുത്ത് നമുക്കൊരു സോളിനോയിഡ് മെക്കാനിസത്തിൽ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ഫോഴ്സ് അവിടെ ഉണ്ടാവില്ല. സോ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ കൺട്രോൾ സിഗ്നലിനെ കുറച്ചുകൂടെ എൻഹാൻസ് ചെയ്തിട്ട് വേണം അതിൻ്റെ ആക്ച്വേറ്റിംഗ് സിസ്റ്റത്തിലേക്ക് എത്തിക്കാൻ. സോ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ഒരു ആംപ്ലിഫയർ ആയിരിക്കും. സോ ഈ കൺട്രോൾ സിഗ്നലിനെ ബേസിക്കലി നമ്മൾ ലോ വോൾട്ടേജ് സിഗ്നൽസിനെ ഒന്ന് ആംപ്ലിഫൈ ചെയ്തു അവർ എനർജി ഒന്നുകൂടെ ബൂസ്റ്റ് ചെയ്തു.
ഇനി നമ്മൾ അടുത്ത സെക്ഷനിൽ കാണാം ഒരു AC പവർ യൂണിറ്റ് അവിടെയുണ്ട്. പക്ഷേ അതിനോടൊപ്പം തന്നെ നമ്മളൊരു സിലിക്കൺ കൺട്രോളർ റെക്ടിഫയർ ഉപയോഗിച്ചിട്ടുണ്ട്. ഈ സിലിക്കൺ കൺട്രോളർ റെക്ടിഫയർ നിങ്ങൾക്കറിയാം AC to DC കൺവേർഷൻ നടത്തും, ഒരു റെക്ടിഫയർ ആണ്. അതോടൊപ്പം തന്നെ അതൊരു സ്വിച്ചായിട്ടും ആക്ട് ചെയ്യും. സോ എപ്പോഴാണ് നമ്മുടെ കൺട്രോൾ സിഗ്നൽ ചെല്ലുന്നത് അപ്പോൾ മാത്രമായിരിക്കും ഈ സ്വിച്ച് ഓൺ ആവുന്നത്. അപ്പോൾ മാത്രമായിരിക്കും സോളിനോയിഡിന് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പവറിനെ SCR പ്രൊവൈഡ് ചെയ്യുന്നത്. സോ അങ്ങനെ ഒരു കൺട്രോൾ സിഗ്നൽ അല്ലെങ്കിൽ ഒരു കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ അല്ലെങ്കിൽ സോളിനോയിഡിനെ മൂവ് ചെയ്യാൻ പറ്റുന്ന ഒരു കൺട്രോൾ സിഗ്നൽ വന്നു കഴിഞ്ഞാൽ ഒബ്വിയസ്ലി SCR ഓൺ ആവുകയും അത് AC പവറിനെ റെക്ടിഫൈ ചെയ്ത് സോളിനോയിഡിൻ്റെ കോയിൽസിൽ കൊടുക്കുകയും സോളിനോയിഡ് അതിൻ്റെ പ്ലങ്കറിനെ മൂവ് ചെയ്യിക്കുക, അതിനനുസരിച്ച് ഇൻപുട്ട് ഔട്ട്പുട്ട് തമ്മിലൊരു കണക്ഷൻ മേക്ക് ചെയ്യുകയോ ബ്രേക്ക് ചെയ്യുകയോ ഉണ്ടാകും. സോ ഇവിടെ ഒരു സ്പ്രിംഗ് മെക്കാനിസം നിങ്ങൾക്ക് കാണാം. അത് എന്തിനാണെന്ന് ഉപയോഗിച്ച് കഴിഞ്ഞാൽ വൺസ് ഒരു കോണ്ടാക്റ്റ് മേക്ക് ചെയ്ത് കഴിഞ്ഞാൽ കോണ്ടാക്റ്റ് മേക്ക് ചെയ്യാനാണ് നമ്മളിപ്പോൾ AC പവർ ഉപയോഗിച്ചതെന്നുണ്ടെങ്കിൽ ആ കോണ്ടാക്റ്റ് ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സ്പ്രിംഗ് മെക്കാനിസംസ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ AC പവർ കൊടുത്തിട്ട് നമ്മൾ കോണ്ടാക്റ്റ് മേക്ക് ചെയ്തെന്നിരിക്കട്ടെ. സോ എപ്പോഴാണോ AC പവർ തീരുന്നത് അല്ലെങ്കിൽ ഓഫ് ആവുന്നത് അല്ലെങ്കിൽ എപ്പോഴാണോ കൺട്രോൾ സിഗ്നൽ ഓഫ് ആവുന്നത് ആ സമയത്ത് നമുക്ക് കോണ്ടാക്റ്റ് ബ്രേക്ക് ചെയ്യണം. സോ ഇങ്ങനെ ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ വീണ്ടും എനർജി ഉപയോഗിക്കുന്നില്ല, ഒരു സ്പ്രിംഗ് മെക്കാനിസം ആയിരിക്കും ഉപയോഗിക്കുന്നത്. സോ കോണ്ടാക്റ്റ് ബ്രേക്ക് ചെയ്യേണ്ട സമയത്ത് കൺട്രോൾ സിഗ്നൽ ഓഫ് ആവുന്ന സമയത്ത് സ്പ്രിംഗ് ഓട്ടോമാറ്റിക്കലി ഈ പ്ലങ്കറിനെ അതിൻ്റെ പഴയ പൊസിഷനിലേക്ക് എത്തിക്കും, അതായത് ഓട്ടോമാറ്റിക്കലി അവിടെ ബ്രേക്ക് ചെയ്യും. സോ മേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം നമ്മൾ AC പവർ യൂസ് ചെയ്യും, ബ്രേക്ക് ചെയ്യാൻ നമ്മൾ AC പവർ യൂസ് ചെയ്യുന്നില്ല, നമ്മൾ സ്പ്രിംഗ് ആക്ഷൻ ആയിരിക്കും അവിടെ യൂസ് ചെയ്യുന്നത്. സോ അത് എനർജി സേവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനൊരു മെക്കാനിസം അവിടെ യൂസ് ചെയ്യുന്നത്. ഇനി അടുത്തതായിട്ട് നമ്മൾ നോക്കുന്നത് ഇലക്ട്രിക്കൽ മോട്ടോഴ്സാണ്. സോ ഇലക്ട്രിക്കൽ മോട്ടോഴ്സ് നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ ഫെമിലിയർ ആയിട്ടുള്ളൊരു ഡിവൈസസ് ആയിരിക്കും. സോ ഏതൊരു മോട്ടറിനെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ സെലക്ട് ചെയ്യുന്നത് കുറേ കാര്യങ്ങൾ നോക്കിയിട്ടായിരിക്കും. ഒന്ന്, അതിന് തരാൻ പറ്റുന്ന സ്പീഡ്, രണ്ടാമത് അതിൻ്റെ ടോർക്ക്, പിന്നെ അതേപോലെ വേറൊരു പാരാമീറ്റർ ഉണ്ട്, അതിന് തരാൻ പറ്റുന്ന പവർ അല്ലെ ഹോഴ്സ് പവർ എന്നുള്ളൊരു യൂണിറ്റ് ഉപയോഗിച്ച് നമ്മൾ അതിൻ്റെ പവറിനെയും ചെക്ക് ചെയ്തിട്ടായിരിക്കാം നമ്മൾ ഓരോ ആപ്ലിക്കേഷൻസിനും അതിനെ സെലക്ട് ചെയ്യുന്നത്. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മളൊരു ഓട്ടോമേഷൻ ഇൻഡസ്ട്രിയിൽ വരുമ്പോൾ അവിടെ എല്ലാത്തിനും ഉപരി നമ്മൾ മെയിനായിട്ട് നോക്കുന്നത് എത്രമാത്രം ടോർക്ക് തരാൻ പറ്റും, അതേപോലെ എത്രമാത്രം സ്പീഡ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും, ഇങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും നമ്മൾ ഒന്നുകൂടെ ഹൈലൈറ്റ് ചെയ്ത് നോക്കുന്നത്. അതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ആപ്ലിക്കേഷൻസിൽ നമുക്ക് സ്പീഡ് കൺട്രോളിൻ്റെ ആവശ്യം അധികമില്ല, അവിടെ ടോർക്കായിരിക്കും കൂടുതൽ വേണ്ടത്. ചില ആപ്ലിക്കേഷൻ ഇപ്പോൾ കൺവെയറൊക്കെ എടുത്തു കഴിഞ്ഞാൽ അവിടെ ഒരു ടോർക്കിനേക്കാളും നമുക്ക് ആവശ്യം സ്പീഡ് കൺട്രോൾ ആയിരിക്കും. സോ ആപ്ലിക്കേഷൻ ഡിപ്പെൻഡൻ്റ് ആയിട്ടായിരിക്കും നമ്മൾ ഓരോ കേസിലും മോട്ടോഴ്സിനെ ചൂസ് ചെയ്യുന്നത്. ഇനി മോട്ടോഴ്സ് പല രീതിയിലുണ്ട്. AC മോട്ടോഴ്സ് ഉണ്ട്, DC മോട്ടോഴ്സ് ഉണ്ട്, സ്റ്റെപ്പിംഗ് മോട്ടോഴ്സ് ഉണ്ട്, ഇങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മോട്ടോഴ്സ് ഉണ്ട്. ഇനി ഏതൊരു മോട്ടോർ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ബേസിക് ആയിട്ടുള്ള കമ്പോണൻസ് എന്ന് പറയുന്നത് ഏറ്റവും സിമ്പിളായിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് രണ്ടെണ്ണം ഉണ്ടാവും. ഒന്ന് സ്റ്റേറ്ററും റോട്ടറും ആയിരിക്കും. സോ പേര് തന്നെ പറയുന്ന പോലെ തന്നെ സ്റ്റേറ്ററും റോട്ടറും രണ്ടും ഒരു മാഗ്നറ്റ് ആയിരിക്കാം. സോ സ്റ്റേറ്റർ സ്റ്റേഷനറി പാർട്ടായിരിക്കും, റോട്ടർ റൊട്ടേറ്റിംഗ് പാർട്ടായിരിക്കാം. സ്റ്റേഷനറി പാർട്ട് നമ്മൾ മേക്ക് ചെയ്യുന്നത് ഒരു പെർമനൻറ്റ് മാഗ്നറ്റ് അല്ലെങ്കിൽ കോയിൽ വൈൻഡിങ് ഉപയോഗിച്ചിട്ടായിരിക്കും. റോട്ടർ നമ്മൾ മേക്ക് ചെയ്യുന്നത് ഒരു പെർമനൻറ്റ് മാഗ്നറ്റ് അല്ലെങ്കിൽ ഫെറോ മാഗ്നറ്റിക് മെറ്റീരിയൽ ഉപയോഗിച്ചിട്ടായിരിക്കും. ഇനി റോട്ടറിന് വേണ്ടിയിട്ടുള്ള മാഗ്നറ്റിക് ഫീൽഡ് കൊടുക്കാൻ ആർമേച്ചറും സ്റ്റേറ്ററിന് വേണ്ടിയിട്ട് നമ്മൾ ഫീൽഡ് കോയിലും ആയിരിക്കും ഉപയോഗിക്കുന്നത്. റോട്ടറിൻ്റെ സ്റ്റേറ്ററിൻ്റെ ഇടയ്ക്കുള്ള ഒരു ഗ്യാപ്പിനെ നമ്മൾ എയർ ഗ്യാപ്പ് എന്ന് പറയും. സോ ഇവിടെയൊക്കെ ആയിരിക്കും അതിൻ്റെ ഫ്ലക്സ് ലിങ്കേജും കാര്യങ്ങളും എയർ ഗ്യാപ്പിലായിരിക്കും നടക്കുന്നത്. ഇനി ഒരു മോട്ടറിൻ്റെ ആപ്ലിക്കേഷൻ നമ്മൾ ഏറ്റവും പറയുകയാണെങ്കിൽ ഒന്ന് ഇൻഡസ്ട്രിയൽ ഇൻസ്ട്രുമെൻറ്റേഷൻ ഏരിയാസിൽ ഓട്ടോമേഷൻ ഏരിയാസിൽ യൂസ് ചെയ്യുന്നുണ്ട്. രണ്ടാമത് റോബോട്ടിക്സിനകത്ത്. ഇപ്പോൾ ഫസ്റ്റ് AC അല്ലെങ്കിൽ DC മോട്ടോഴ്സ് നമ്മൾ കൂടുതലും ഓട്ടോമേഷൻ ഏരിയാസിൽ യൂസ് ചെയ്യുന്നു. തേർഡ് ആയിട്ടുള്ള സ്റ്റെപ്പിംഗ് മോട്ടോഴ്സ് നമ്മൾ കുറേ കൂടെ ഇലക്ട്രോണിക്സ് ആപ്ലിക്കേഷൻസ്, അതായത് റോബോട്ടിക്സ് പോലത്തുള്ള അല്ലെങ്കിൽ ഡിജിറ്റൽ സർക്യൂട്ട്സിൻ്റെയൊക്കെ ആപ്ലിക്കേഷൻസിലായിരിക്കും സ്റ്റെപ്പിംഗ് മോട്ടോഴ്സ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ ഇതൊരു മോട്ടർ ബേസ്ഡ് ഇലക്ട്രിക്കൽ ആക്ച്വേറ്റർ സിസ്റ്റമാണ്. ഇത് ബേസിക്കലി നമ്മൾ യൂസ് ചെയ്യുന്നത് ഫ്ലൈറ്റ് കൺട്രോളിന് വേണ്ടിയിട്ടാണ്. സോ ഫ്ലൈറ്റ് കൺട്രോളിന് ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് കണ്ടിട്ടുണ്ടോ ഫ്ലൈറ്റുകൾ കൺട്രോൾ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ബേസിക്കലി അതിൻ്റെ റൈറ്റിലേക്കുള്ള മൂവ്മെൻറ്റ്, ലെഫ്റ്റിലേക്കുള്ള മൂവ്മെൻറ്റ്, അതിൻ്റെ ഓൾട്ടിറ്റ്യൂഡ് ചേഞ്ച് ചെയ്യുന്നത് ഇതെല്ലാം അതിൻ്റെ വിങ്സ് ഉപയോഗിച്ചിട്ടായിരിക്കും. സോ ഈ വിങ് കൺട്രോൾ മെക്കാനിസമാണ് ഫ്ലൈറ്റിനകത്ത് അതിൻ്റെ പൊസിഷൻസിനെ നമ്മൾ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. സോ ഈ ഒരു ഫ്ലൈറ്റ് കൺട്രോൾ മെക്കാനിസത്തിൽ ഒരു മെക്കാനിസമാണ് ഹൊറിസോണ്ടൽ സ്റ്റെബിലൈസേഷൻ എന്ന് പറയും. ഹൊറിസോണ്ടൽ സ്റ്റെബിലൈസേഷൻ എന്ന് വെച്ചാൽ അതിൻ്റെ ലോങ്റ്റിറ്റ്യൂഡിനെ നമ്മൾ സ്റ്റേബിൾ ചെയ്യുക, അല്ലെങ്കിൽ നമുക്ക് വേണ്ട രീതിയിൽ ഓൾട്ടിറ്റ്യൂഡിനെ അറേഞ്ച് ചെയ്യുന്നതാണ് ഹൊറിസോണ്ടൽ സ്റ്റെബിലൈസേഷൻ.
സോ ഹൊറിസോണ്ടലായിട്ട് ഒരു ഫ്ലൈറ്റിനെ സ്റ്റേബിൾ ചെയ്യാൻ സഹായിക്കുന്നത് അതിന് ഏറ്റവും പുറകിലുള്ള വിങ്സാണ്. ടെയിൽ വിങ്സാണ് ഹൊറിസോണ്ടൽ സ്റ്റെബിലൈസേഷന് വേണ്ടി സഹായിക്കുന്നത്. സോ ടെയിൽ വിങ്സിൻ്റെ മൂവ്മെൻറ്റ്, അതായത് അത് ആ ഫ്ലൈറ്റിൻ്റെ വീഡിയോസ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ടെയിലിൽ അതേപോലെ അതിൻ്റെ വിങ്സിൻ്റെ അവിടെ മൂവ്മെൻറ്റ് ഉണ്ടാകും, ടു ആൻഡ് ഫ്രോ, അതായത് മേളിലോട്ടും താഴോട്ടും ഹിഞ്ചസ് വെച്ചിട്ട് അതിനെ പൊക്കുകയും താക്കുകയും ചെയ്യുന്നത് കാണാം. സോ അങ്ങനെ ഒരു മെക്കാനിസത്തിന് വേണ്ടി കൺട്രോൾ ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്നത് ഇലക്ട്രിക്കൽ മോട്ടേഴ്സാണ്. സോ എങ്ങനെയാണ് അതിൻ്റെ ഒരു കൺട്രോളിങ് മെക്കാനിസം എന്നുള്ളത് നോക്കാം. സോ ഫസ്റ്റ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ബേസിക്കലി എന്തിനും നമ്മളിവിടെ പറഞ്ഞത് ഇലക്ട്രിക്കൽ പവറിനെയാണ് നമ്മൾ കൺവേർട്ട് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത്. സോ ഫസ്റ്റ് ഉള്ളൊരു ഇലക്ട്രിക്കൽ പവർ എല്ലാ സിസ്റ്റം വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഇനി ഫ്ലൈറ്റ് കൺട്രോൾ കമ്പ്യൂട്ടർ എന്ന് ഉദ്ദേശിക്കുന്നത് കോക്ക്പിറ്റിൽ നിന്ന് വരുന്ന കൺട്രോൾ സിഗ്നൽസ്. സോ ഒരു കോക്ക്പിറ്റിൽ ഇരുന്നിട്ട് പൈലറ്റ് പറയാണ് ഇത്ര ഹൈറ്റിലേക്ക് ഫ്ലൈറ്റ് എത്തണം, അല്ലെങ്കിൽ ഇത്ര ഹൈറ്റ് ഫ്ലൈറ്റ് താഴോട്ടോ മേലോട്ടോ ഫ്ലൈറ്റ് പൊങ്ങുകയും താങ്ങുകയും ചെയ്യണം എന്നുള്ളത് ഫ്ലൈറ്റ് കൺട്രോൾ കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞാൽ കോക്ക്പിറ്റിൽ നിന്ന് വരുന്ന ഇൻഫർമേഷൻ ആയിരിക്കും. ഈ ഇൻഫർമേഷൻ ഒരു ന്യൂമറിക് വാല്യൂ ആണ്. ഈ ന്യൂമറിക് വാല്യൂ ആക്ച്വേറ്ററിനകത്ത് എത്തുകയാണ്. സോ ആക്ച്വേറ്റർ കൺട്രോൾ ഇലക്ട്രോണിക്സ് ആണ്. അതൊരു ബേസിക്കലി ഒരു ഇലക്ട്രോണിക് കൺട്രോൾ യൂണിറ്റ് ആയിരിക്കും. സോ ഈ കൺട്രോൾ യൂണിറ്റിൻ്റെ ഫസ്റ്റ് ഡ്യൂട്ടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കോക്ക്പിറ്റിൽ നിന്ന് വന്ന ഈ ന്യൂമറിക്കൽ വാല്യൂവിനെ കറസ്പോണ്ടിങ് ആയിട്ടൊരു ഇലക്ട്രിക്കൽ സിഗ്നലിലേക്ക് കൺവേർട്ട് ചെയ്യണം. ഇനി ഈ ഒരു ഇലക്ട്രിക്കൽ സിഗ്നലിനെ നമ്മൾ ഡയറക്റ്റ് കൊണ്ട് മോട്ടോഴ്സിൽ കൊടുത്തു കഴിഞ്ഞാൽ അത് വർക്ക് ചെയ്യണമെന്നില്ല. സോ ഈ ഒരു ഇലക്ട്രിക്കൽ സിഗ്നലിനെ നമ്മൾ ആക്ച്വേറ്റേഴ്സിനകത്ത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് നമ്മളതിനെ പവർ ഡ്രൈവ്സ് ഉപയോഗിക്കും. പവർ ഡ്രൈവ്സ് ഉപയോഗിച്ചിട്ട് ഈ ഇലക്ട്രോണിക് സിഗ്നലിനെ കറസ്പോണ്ട് ചെയ്തിട്ട് മോട്ടോർ ഡ്രൈവ് ചെയ്യാനുള്ള രീതിയിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത് പവർ ഡ്രൈവ് ഇലക്ട്രോണിക്സ് ആണ്. സോ ഒബ്വിയസ്ലി നമ്മളുടെ ചെറിയ പവർ പോരാ, കൺട്രോൾ യൂണിറ്റ് വർക്ക് ചെയ്യാൻ വേണ്ട പവറല്ല പവർ ഡ്രൈവ് ഇലക്ട്രോണിക്സിന് വർക്ക് ചെയ്യാൻ. സോ അതിന് വേണ്ടിയിട്ട് ഒരു സ്പെഷ്യൽ ഇലക്ട്രിക് പവർ മൊഡ്യൂൾ ഉണ്ടാകും. സോ കൺട്രോൾ യൂണിറ്റിൽ നിന്ന് കിട്ടിയ, അതായത് ഫ്ലൈറ്റിൻ്റെ കോക്ക്പിറ്റിൽ നിന്ന് കിട്ടിയ ഓൾട്ടിറ്റ്യൂഡ് ചേഞ്ച് ഇൻഫർമേഷനെ നമ്മൾ കൺട്രോൾ സിഗ്നലായിട്ട് കൺവേർട്ട് ചെയ്യുന്നു. ഇനി അതിനെ കൺട്രോൾ സിഗ്നലായിട്ട് കൺവേർട്ട് ചെയ്തതിനെ നമുക്കിനി ശരിക്കും എന്താക്കി മാറ്റണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വിങ്സിൻ്റെ പൊസിഷൻ ചേഞ്ച് ചെയ്യാനായിട്ട്. അപ്പോൾ വിങ്സ് പൊക്കുകയും തക്കുകയും ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റണം. അതിന് വേണ്ടിയിട്ട് നമ്മളൊരു പവർ ഡ്രൈവ് ഇലക്ട്രോണിക്സിന് യൂസ് ചെയ്യും. ഈ പവർ ഡ്രൈവ് ഇലക്ട്രോണിക്സിന് നമ്മൾ നേരെ കൊടുക്കുന്നത് ഒരു BLDC മോട്ടറിലായിരിക്കും. സോ ബ്രഷ്ലെസ് ആയിട്ടൊരു DC മോട്ടറിലേക്ക് നമ്മൾ കൊടുക്കുന്നു. ഒബ്വിയസ്ലി നമ്മൾ കൊടുത്ത കൺട്രോൾ സിഗ്നലിന് കറസ്പോണ്ടിങ് ആയിട്ട് ഈ മോട്ടർ സ്റ്റാർട്ട് ചെയ്ത് റൺ ചെയ്യാൻ തുടങ്ങും. സോ ഈ മോട്ടർ റൺ ചെയ്യുമ്പോൾ അതിനൊരു ഗിയർ മെക്കാനിസം ഉപയോഗിച്ചിട്ട് നമ്മൾ സ്ക്രൂ ജാക്കിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. സോ ഇതിന് മോട്ടറിൻ്റെ മൂവ്മെൻറ്റ് അനുസരിച്ച് സ്ക്രൂ ജാക്ക് ടൈറ്റൻ ചെയ്യുകയോ ലൂസൻ ചെയ്യുകയോ ആയിരിക്കും. സോ അതിനനുസരിച്ച് അതിൻ്റെ വിങ്സ് അപ്പോ ഡൗണോ മോഷനിലേക്ക് കൺവേർട്ടഡ്. സോ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് രണ്ട് രീതിയിലുള്ള ചെക്കിംഗ് ഉണ്ട്. ഒന്ന് BLDC മോട്ടറിൽ നിന്നൊരു ഫീഡ്ബാക്ക് പവർ ഡ്രൈവ് ഇലക്ട്രോണിക്സിൽ ചെല്ലുന്നുണ്ടാകും. സോ അത് ഉപയോഗിച്ചിട്ട് പവർ ഡ്രൈവ് ഇലക്ട്രോണിക്സിന് കണ്ടുപിടിക്കാൻ പറ്റും, അതായത് ഈ റിക്വയർഡ് പവർ മതിയോ ഈ BLDC മോട്ടറിന് വർക്ക് ചെയ്യാനുള്ളത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ ഒരു ഫീഡ്ബാക്ക്. രണ്ടാമതൊരു ഫീഡ്ബാക്ക് വന്നിട്ടുണ്ട് RVDTയിൽ നിന്ന് നമ്മുടെ ആക്ച്വേറ്റർ കൺട്രോൾ ഇലക്ട്രോണിക്സിലേക്ക്. അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന കൺട്രോൾ സിഗ്നലിനനുസരിച്ചാണോ ഈ സ്ക്രൂ ജാക്ക് വർക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ അതിനനുസരിച്ചാണോ മോട്ടർ റൊട്ടേറ്റ് ചെയ്യുന്നതെന്നുള്ളത് കണ്ടുപിടിക്കാനായിട്ടാണ് RVDT ഉപയോഗിച്ചിരിക്കുന്നത്. സോ RVDT ഈ മോട്ടറിൻ്റെ മൂവ്മെൻറ്റ്സിനെ കൺവേർട്ട് ചെയ്ത് ഇലക്ട്രിക്കൽ സിഗ്നലായിട്ട് ആക്ച്വേറ്റർ കൊടുക്കും. അപ്പോൾ ആക്ച്വേറ്ററിൻ്റെ റെഫറൻസ് പോയിൻറ്റ് ഈ RVDTയുടെ വാല്യൂവും കൂടെ വെച്ച് കമ്പയർ ചെയ്തിട്ട് അത് ശരിയാണോ അല്ലെങ്കിൽ കറക്റ്റ് മൂവ്മെൻ്റ് ആണോ വിങ്സിനുണ്ടായത് അല്ലയോ എന്നുള്ളത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ RVDT മൊഡ്യൂൾ യൂസ് ചെയ്തത്. സോ ഇതാണൊരു ഫ്ലൈറ്റ് കൺട്രോൾ മെക്കാനിസമാണ്. ഹൊറിസോണ്ടൽ സ്റ്റെബിലൈസേഷൻ എന്നൊരു പ്രോസസ്സ് നമ്മൾ ചെയ്യും. നിങ്ങൾ യൂട്യൂബിൽ കയറി വീഡിയോസ് നോക്കിക്കഴിഞ്ഞാൽ അതിനെപ്പറ്റി കൂടുതൽ മനസ്സിലാക്കാൻ പറ്റും. സോ അടുത്തതാണ് DC മോട്ടർ. സോ നിങ്ങൾ ഫെമിലിയർ ആയിട്ടുള്ളൊരു മോട്ടറാണ് DC മോട്ടർ. DC മോട്ടറിനകത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒന്നെങ്കിൽ ഒരു ഇലക്ട്രോമാഗ്നറ്റിക് കോയിൽസ് ആണെങ്കിൽ നമ്മൾ മെയിൻലി യൂസ് ചെയ്യുന്നത് പെർമനൻറ്റ് മാഗ്നറ്റ്സിനെക്കാട്ടിലും നമ്മൾ മോട്ടേഴ്സിനകത്ത് ഫീൽഡ് കോയിൽസ് ആയിരിക്കും ഉപയോഗിക്കുന്നത്. സോ സ്റ്റാറ്റിക് ഫീൽഡിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഫീൽഡ് കോയിൽസ് ഉപയോഗിക്കുന്നത്. ഇനി മോട്ടറിൻ്റെ ടൈപ്സ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, സോ ബേസിക്കലി നമ്മൾ പെർമനൻറ്റ് മാഗ്നറ്റ് ഉപയോഗിക്കാറുണ്ട്, പക്ഷേ കൂടുതലും നമ്മൾ ഉപയോഗിക്കുന്നത് ഫീൽഡ് കോയിൽ ആയതുകൊണ്ട് തന്നെ നമ്മൾ വൗണ്ട് ഫീൽഡ് DC മോട്ടർ എന്നാണ് പറയുന്നത്. ഇപ്പോൾ വൗണ്ട് ഫീൽഡ് DC മോട്ടർ 3 തരത്തിലുണ്ട്. സീരീസ് ഉണ്ട്, ഷണ്ട് ഉണ്ട്, കോമ്പൗണ്ട് ഉണ്ട്. സോ സീരീസ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം
ടോർക്ക് കൂടുതലായിരിക്കും, പക്ഷേ അതിൻ്റെ സ്പീഡ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. ഇങ്ങനെയുള്ളൊരു മോട്ടറിനായിരിക്കും നമ്മൾ സീരീസ് മോട്ടർ എന്ന് പറയുന്നത്. പക്ഷേ ഇപ്പം വാൽവ് ഓപ്പൺ ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷൻ, അവിടെ നമുക്ക് വേണ്ടത് അവിടെ സ്പീഡ് കൺട്രോളിംഗ് അല്ല നമുക്ക് വേണ്ടത്, പെട്ടെന്ന് വാൽവിനെ ഓപ്പൺ ചെയ്യുക അല്ലെങ്കിൽ പെട്ടെന്ന് ക്ലോസ് ചെയ്യുക. അതായത് അവിടെ സ്റ്റാർട്ടിങ് ടോർക്കായിരിക്കണം നമുക്ക് കൂടുതൽ വേണ്ടത്. സോ അങ്ങനെയുള്ള ആപ്ലിക്കേഷൻസിലൊക്കെ നമുക്ക് സീരീസ് മോട്ടോഴ്സിനെ യൂസ് ചെയ്യാം. പിന്നെ രണ്ടാമതായിട്ടുള്ള ആപ്ലിക്കേഷൻസ് വരുന്നത് ഷണ്ട് ഫീഡ് DC മോട്ടോഴ്സ് ആയിരിക്കും. അതിന് ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ കൺവെയർ ബെൽറ്റിൽ നമുക്ക് അവിടെ സ്റ്റാർട്ടിങ് ടോർക്കല്ല ആവശ്യം, അവിടെ സ്പീഡ് കൺട്രോളാണ്. ഒരു കൺവെയർ ബെൽറ്റ് ഏത് സ്പീഡിൽ വേണം മൂവ് ചെയ്യുന്നതെന്നുള്ളതാണ് അവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്രൈറ്റീരിയ. സോ ഷണ്ട് ഫീഡ് DC മോട്ടോഴ്സ് വെച്ചിട്ട് നമുക്ക് സ്റ്റാർട്ടിങ് ടോർക്ക് കുറവായിരിക്കും, പക്ഷേ അവിടെ സ്പീഡ് കൺട്രോൾ നല്ല രീതിയിൽ ചെയ്യാൻ പറ്റും. സോ കൺവെയർ സിസ്റ്റത്തിലൊക്കെ നമ്മൾ ഷണ്ട് ഫീഡ് DC മോട്ടോഴ്സ് ഉപയോഗിക്കും. ഇനി ഈ രണ്ട് സീരീസും ഷണ്ടിൻ്റെ ഇടയ്ക്ക് നിൽക്കുന്ന ഒരു ടൈപ്പ് ഓഫ് മോട്ടോഴ്സാണ് കോമ്പൗണ്ട് മോട്ടോഴ്സ്. അപ്പോൾ കോമ്പൗണ്ട് മോട്ടോഴ്സിൻ്റെ കൺസ്ട്രക്ഷൻ ഫീച്ചേഴ്സ് വെച്ചിട്ട് അതിൻ്റെ സ്റ്റാർട്ടിങ് ടോർക്കും കൺട്രോളിങ് മെക്കാനിസവും ഡിഫർ ചെയ്യും. ഇനി ഇതിൻ്റെ ആപ്ലിക്കേഷൻ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ മെയിൻലി പറഞ്ഞു, ഒരു കൺവെയർ സിസ്റ്റത്തിലും അതേപോലെ വാൽവ് ഓപ്പണിങ്ങിലും വേണ്ടിയിട്ട് നമ്മൾ ബേസിക്കലി യൂസ് ചെയ്യും. അതേപോലെ തന്നെ നമ്മൾ കുറച്ചുകൂടി ഡീറ്റെയിൽ ആക്കി നോക്കിക്കഴിഞ്ഞാൽ ഡെലിക്കേറ്റ് ആയിട്ടുള്ള കൺട്രോൾ ആപ്ലിക്കേഷൻസ്, അതായത് ഇലവേറ്റേഴ്സിനകത്തും വെഹിക്കിൾസിനകത്തും ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത് DC മോട്ടോഴ്സ് ആയിരിക്കും. അതേപോലെ പെർമനൻറ്റ് മാഗ്നറ്റിക് ടൈപ്പും വൗണ്ട് ഫീൽഡ് ടൈപ്പും ഉണ്ട്. ഇതിൽ പെർമനൻറ്റ് മാഗ്നറ്റിക് ടൈപ്പ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഏത് ആപ്ലിക്കേഷൻസിലാണോ നമുക്ക് പവർ 7.5 kW അല്ലെങ്കിൽ 10 ഹോഴ്സ് പവറിന് താഴെ വേണ്ടത്, അതിനൊക്കെ നമ്മൾ പെർമനൻറ്റ് ടൈപ്പ് ആയിരിക്കും ഉപയോഗിക്കുന്നത്. പക്ഷേ വൗണ്ട് ഫീൽഡിൻ്റെ യൂസ് വരുന്നത് 100 to 200 ഹോഴ്സ് പവർ അല്ലെങ്കിൽ 75 to 150 kW റേഞ്ച് വരുന്ന പവർ ആപ്ലിക്കേഷൻസിലായിരിക്കും നമ്മൾ വൗണ്ട് ഫീൽഡ് ടൈപ്സിനെ യൂസ് ചെയ്യുന്നത്. പിന്നെ ചില മെഷീൻസിന് നമുക്ക് ഇപ്പോൾ പറയുകയാണെങ്കിൽ പവർ ഇലക്ട്രോണിക്സ് ഡ്രൈവ്സിനകത്ത് നമുക്ക് സ്പീഡും ടോർക്കും കൺട്രോൾ ചെയ്യേണ്ടി വരും. അപ്പോൾ ആ കേസുകളിൽ നമ്മൾ DC മോട്ടോഴ്സിനായിരിക്കും കൂടുതലും യൂസ് ചെയ്യുന്നത്. പിന്നെ ഏതൊരു DC മോട്ടറിലും നമ്മൾ ഡയറക്റ്റ് DC കറണ്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഉണ്ടാകുന്ന ടോർക്കും അല്ലെങ്കിൽ സ്പീഡ് കൺട്രോൾ പാരാമീറ്റേഴ്സിന് പ്രശ്നങ്ങളുണ്ടായതുകൊണ്ട് നമ്മൾ AC പവറിനെ DC ആയിട്ട് റെക്ടിഫൈ ചെയ്ത് SCRs പോലുള്ള ഡിവൈസസ് ഉപയോഗിച്ച് റെക്ടിഫൈ ചെയ്തിട്ടായിരിക്കും യൂസ് ചെയ്യുന്നത്. സോ ഏതൊരു DC മോട്ടറിനെ നമ്മൾ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട്, പ്രത്യേകിച്ച് വൗണ്ട് ഫീൽഡ് ടൈപ്പ് ആണെന്നുണ്ടെങ്കിൽ ആ കോയിലിൽ കൊടുക്കുന്ന വോൾട്ടേജിൻ്റെ വ്യത്യാസം അനുസരിച്ച് ആ മോട്ടറിൻ്റെ സ്പീഡും ടോർക്കും നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇനി രണ്ടാമത്തെ ടൈപ്പ് ഓഫ് മോട്ടോഴ്സാണ് AC മോട്ടോഴ്സ്. സോ AC മോട്ടോഴ്സിൻ്റെ ബേസിക് പ്രിൻസിപ്പിൾ ഞാൻ പറഞ്ഞു, മോട്ടോഴ്സിൻ്റെ എല്ലാം ബേസിക് പ്രിൻസിപ്പിൾ എന്ന് വെച്ചൊരു സ്റ്റേറ്റർ റോട്ടർ വെച്ചിട്ടുള്ള അവർ തമ്മിലുള്ളൊരു കണക്ഷൻ ആയിരിക്കും. സോ ഇവിടെയും നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ രണ്ടും AC മോട്ടോഴ്സിൽ സ്റ്റേറ്ററും റോട്ടറും ഉണ്ടാവും. പക്ഷേ സ്റ്റേറ്ററിൻ്റെ റോട്ടറിനെ നമ്മൾ എക്സൈറ്റ് ചെയ്യുന്നത് AC വോൾട്ടേജ് ഉപയോഗിച്ചിട്ടാണ്, അല്ലെങ്കിൽ AC എക്സൈറ്റേഷൻ വോൾട്ടേജ് ഉപയോഗിച്ചിട്ടായിരിക്കും. അതായത് രണ്ടിലും കൂടെ ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡ്സിന് ടൈം വേരിങ് ആയിരിക്കും. സ്റ്റേറ്ററിൽ ഉണ്ടാകുന്നത് റോട്ടറിൽ ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡ്സ് ടൈം വേരിങ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്കിവിടെ പറ്റുന്ന അല്ലെങ്കിൽ ഇവിടെ ഉണ്ടാകുന്ന ഫോഴ്സ് ആംഗിളിന് ഫോഴ്സ് എന്ന് പറയുന്നത് കോയിൽസിനകത്തൂടുള്ള വോൾട്ടേജിൻ്റെ ആംഗിളിൻ്റെ ഫങ്ഷൻ ആയിരിക്കും. സോ AC മോട്ടോഴ്സിൽ ബേസിക്കലി അതിൻ്റെ എക്സൈറ്റേഷൻ നമ്മൾ കൊടുക്കുന്നത് AC ഉപയോഗിച്ചിട്ട് AC വോൾട്ടേജ് ഉപയോഗിച്ചിട്ടായിരിക്കും. അതുകൊണ്ട് തന്നെ അവിടുത്തെ ഫീൽഡ് ടൈം വേരിങ് ആയിരിക്കും. പിന്നെ ബേസിക്കലി രണ്ട് തരത്തിലുണ്ട് AC മോട്ടോഴ്സ്, സിങ്ക്രണസും ഉണ്ട്, ഇൻഡക്ഷനും ഉണ്ട്. സോ സിങ്ക്രണസ് മോട്ടോർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫീൽഡ് അപ്ലൈ ചെയ്യുന്നത് സ്റ്റേറ്ററിനകത്തായിരിക്കും. സോ സ്റ്റേറ്ററിൻ്റെ ഫീൽഡ് AC വോൾട്ടേജ് അപ്ലൈ ചെയ്തത് കൊണ്ട് തന്നെ അത് വേരിയിങ് ആയിരിക്കും. പിന്നെ റോട്ടർ എന്ന് പറയുന്നത് ഒന്നെങ്കിൽ ഒരു പെർമനൻറ്റ് മാഗ്നറ്റ് അല്ലെങ്കിൽ DC ഇലക്ട്രോ മാഗ്നറ്റിക് ആയിരിക്കും, അതിൻ്റെ ഫീൽഡ് ഫിക്സ്ഡ് ആയിരിക്കും. സോ സ്റ്റേറ്ററിൻ്റെ ഫീൽഡ് വേരിയിങ്ങും റോട്ടറിൻ്റെ ഫീൽഡ് ഫിക്സ്ഡ് ആയിരിക്കും. സോ ഇത് രണ്ട് രീതിയിൽ നമുക്ക് വർക്ക് ചെയ്യിക്കാം. ഒന്ന് സിംഗിൾ ഫേസ് ആയിട്ടും വർക്ക് ചെയ്യിക്കാം, 3 ഫേസ് ആയിട്ടും വർക്ക് ചെയ്യിക്കാം. സോ സിംഗിൾ ഫേസ് AC യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ ജനറേറ്റ് ചെയ്യുന്ന പവർ എന്ന് വെച്ച് കഴിഞ്ഞാൽ 0.1 ഹോഴ്സ് പവർ, അതായത് വളരെ കുറഞ്ഞ എമൗണ്ട് ഓഫ് പവറേ അവിടെ ഉണ്ടാക്കാൻ പറ്റും. അതുപോലെ സ്റ്റാർട്ടിങ് ടോർക്കും വളരെ കുറവായിരിക്കും. പക്ഷേ 3 ഫേസ് മോട്ടോഴ്സാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ അവിടെ നമുക്ക് 50,000 ഹോഴ്സ് പവർ വരെ നമുക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ ടോർക്കും നമുക്ക് വേണ്ട രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. സോ നെക്സ്റ്റ് വൺ ഇൻഡക്ഷൻ മോട്ടോഴ്സ്. സോ ഇൻഡക്ഷൻ മോട്ടോഴ്സ് നമ്മൾ പ്രീവിയസ്ലി കണ്ട സിങ്ക്രണസ് മോട്ടോഴ്സിൽ നമുക്കറിയാം റോട്ടർ പെർമനൻറ്റ് മാഗ്നറ്റ് ആയിരുന്നു, ഫിക്സഡ് ആയിട്ടൊരു മാഗ്നറ്റിസം ഉള്ളൊരു മെറ്റീരിയൽ ആയിരുന്നു. സ്റ്റേറ്റർ മാത്രം നമ്മൾ AC എക്സൈറ്റേഷൻ കൊടുത്ത് ചെയ്തു. ഇൻഡക്ഷൻ മോട്ടർ എന്ന് പറയുമ്പോൾ നമുക്ക് വീണ്ടും സ്റ്റേറ്റർ നമ്മളൊരു ഈ പറഞ്ഞ പോലെ ഒരു എക്സൈറ്റേഷൻ വോൾട്ടേജ് കൊടുക്കുന്നുണ്ട്. പക്ഷേ റോട്ടറിനകത്ത് ഒരു ഇൻഡ്യൂസ്ഡ്
എക്സൈറ്റേഷൻ ആയിരിക്കും ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ ഒരു ഇൻഡ്യൂസ്ഡ് ഫീൽഡായിരിക്കും റോട്ടറിനകത്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. സോ ഇത് സ്റ്റേറ്ററിൽ നിന്നായിരിക്കും റോട്ടറിലേക്ക് ഇൻഡ്യൂസ്ഡ് ആവുന്നത്. ഇനി സിംഗിൾ ഫേസ് ആയിട്ടുള്ള ഇൻഡക്ഷൻ മോട്ടോഴ്സിനെ നമ്മൾ 5 ഹോഴ്സ് പവറിന് താഴെയുള്ള ആപ്ലിക്കേഷൻസിൽ അല്ലെങ്കിൽ 3.7 കിലോ വോൾട്ടിന് താഴെയുള്ള ആപ്ലിക്കേഷൻസിലായിരിക്കും യൂസ് ചെയ്യുന്നത്. അത് മെയിനായിട്ട് നമ്മളൊരു എക്സാമ്പിൾ പറഞ്ഞാൽ ഹൗസ് ഹോൾഡ് ആപ്ലിക്കേഷൻസ് ഉണ്ടാകും. ഇനി 3 ഫേസ് ആയിട്ടുള്ളത് നമ്മൾ 10,000 ഹോഴ്സ് പവർ വരെയുള്ള ആപ്ലിക്കേഷൻസ്, ഹൈ പവറിലായിട്ടുള്ള ആപ്ലിക്കേഷൻസിലായിരിക്കും ഉപയോഗിക്കുന്നത്. സോ ഇൻഡക്ഷൻ മോട്ടോഴ്സും അതേപോലെ സിങ്ക്രണസ് മോട്ടോഴ്സും നമ്മൾ ഹൈ പവർ ആപ്ലിക്കേഷൻസും അതേപോലെ ലോ പവർ ആപ്ലിക്കേഷൻസിനും അനുസരിച്ച് നമുക്ക് AC സിംഗിൾ ഫേസോ 3 ഫേസോ കൊടുക്കാം. അതുപോലെ ടോർക്കും ഈ സ്പീഡും കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് പല രീതിയിൽ മാഗ്നറ്റിസത്തിൻ്റെ അല്ലെങ്കിൽ പെർമനൻറ്റ് മാഗ്നറ്റോ എക്സൈറ്റേഷൻ വോൾട്ടേജസും ഒക്കെ കോയിൽസും മാറ്റി ഉപയോഗിക്കാം. ഇനി മൂന്നാമത്തെ ടൈപ്പ് മോട്ടോഴ്സാണ് സ്റ്റെപ്പിംഗ് മോട്ടോഴ്സ്. സോ സ്റ്റെപ്പിംഗ് മോട്ടോഴ്സിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെ നമുക്ക് ഡിജിറ്റൽ സർക്യൂട്ട്സിലേക്ക് ഇൻ്റർഫേസ് ചെയ്യാമെന്നുള്ളതാണ്. സ്റ്റെപ്പിംഗ് മോട്ടോഴ്സ് ആ പേരിൽ തന്നെ ഉണ്ട്. അവർ അറ്റ് എ ടൈം കണ്ടിന്യൂസ് ആയിട്ട് റൊട്ടേറ്റ് ചെയ്യുകയല്ല, അവർ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടായിരിക്കും അഡ്വാൻസ് ചെയ്യുന്നത്. സോ ഒരു റൊട്ടേഷൻ എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ഇപ്പോൾ സപ്പോസ് 10 സ്റ്റെപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഓരോ പൾസ് കൊടുക്കുമ്പോഴും അവർ ഓരോ സ്റ്റെപ്പ് അഡ്വാൻസ് ചെയ്തുള്ളൂ. സോ 10 സ്റ്റെപ്പ് കവർ ചെയ്യണമെന്നുണ്ടെങ്കിൽ 10 പൾസ് അവിടെ കൊടുക്കേണ്ടി വരും. സോ ഇത് ബേസിക്കലി നമ്മൾ ഉപയോഗിക്കുന്നത് റോബോട്ടിക്സ് അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻ ഏരിയാസിലായിരിക്കും. സോ ഇവിടെ നമ്മൾ അതിൻ്റെ സർക്യൂട്ട് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും സ്റ്റേറ്റർ റോട്ടർ ഉണ്ടാവും. അതിൻ്റെ റോട്ടർ ഒരു പെർമനൻറ്റ് മാഗ്നറ്റ് ആവും. സ്റ്റേറ്ററിനായിട്ട് നമ്മൾ 2 ഫീൽഡുകളാണ് യൂസ് ചെയ്തിരിക്കുന്നത്. സോ ഈ 2 ഫീൽഡുകളിലും ഉണ്ടാകുന്ന എക്സൈറ്റേഷൻ ഡിഫറൻസിനനുസരിച്ച് പോൾസിന് വ്യത്യാസം വരും, സൗത്തും നോർത്തിനും വ്യത്യാസം വരും. ഈ പോൾസിൻ്റെ വ്യത്യാസം അനുസരിച്ചായിരിക്കും റോട്ടർ അഡ്വാൻസ് ചെയ്യുന്നത്. സോ ഇവിടെ ഒരു പൾസ് ഇൻപുട്ട് ഉണ്ടാകും. ഈ പൾസ് ഇൻപുട്ട് അനുസരിച്ചായിരിക്കും DC വോൾട്ടേജ് ഏത് 2 സ്റ്റേറ്റർ കോയിൽസ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. ഇതിൽ ഏത് സ്റ്റേറ്ററിൽ ഏത് ABCD എന്ന് 4 പൊസിഷൻ ഉണ്ട്. ഓരോ പൊസിഷനിലും ഏത് വോൾട്ടേജാണ് എത്തേണ്ടത്, വോൾട്ടേജിൻ്റെ പോസിറ്റീവ് സൈഡാണോ അതോ നെഗറ്റീവ് സൈഡാണോ എത്തേണ്ടതെന്നുള്ളത് ഡിസൈഡ് ചെയ്യുന്നത് പൾസ് ഇൻപുട്ടായിരിക്കും. സോ പൾസ് ഇൻപുട്ട് നേരെ ചെല്ലുന്ന ഒരു സ്വിച്ചിങ് മെക്കാനിസത്തിലേക്ക്, ഈ സ്വിച്ചിങ് മെക്കാനിസം ആയിരിക്കും ഈ പൾസിനെ ഏത് പൊസിഷനിലേക്ക് കൊടുക്കണം എന്നുള്ളത്, DC ഇൻപുട്ടിനെ അല്ലെങ്കിൽ DC വോൾട്ടേജിനെ ഏത് സ്റ്റേറ്റർ കോയിലിലേക്ക് കൊടുക്കണം എന്നുള്ളത് ഡിസൈഡ് ചെയ്യുന്നത്. സോ അതിനനുസരിച്ച് ഓരോ സ്റ്റേറ്റർ വൈൻഡിങ്ങിലുണ്ടാകുന്ന നോർത്ത് സൗത്തിന് വ്യത്യാസം വരും. സോ നോർത്ത് പോളും സൗത്ത് പോളും ഡിഫർ ചെയ്യുന്നതിനനുസരിച്ച് റോട്ടർ അഡ്വാൻസ് ചെയ്യും. ഓരോ തവണ അഡ്വാൻസ് ചെയ്യുന്നത് ഒരു സ്റ്റെപ്പ് വെച്ചിട്ടായിരിക്കും. സോ ഈ അഡ്വാൻസ് ഡിസൈഡ് ചെയ്യുന്നത് നമ്മൾ കൊടുക്കുന്ന പൾസിൻ്റെ നമ്പേഴ്സ് വെച്ചിട്ടായിരിക്കും. സോ റോട്ടർ എന്ന് പറയുമ്പോൾ ഒരു മാഗ്നറ്റിക് മെറ്റീരിയൽ ആയിരിക്കും. അതിന് ടീത്ത്സ് ഉണ്ടാവും. സ്റ്റേറ്റർ കോയിൽ എക്സൈറ്റിംഗ് ആയിരിക്കും. സോ കോയിലിൽ നമ്മൾ വോൾട്ടേജ് അപ്ലൈ ചെയ്യുന്നു, അതിനെ എക്സൈറ്റ് ചെയ്യുന്നു, അതിനനുസരിച്ച് റോട്ടർ അഡ്വാൻസ് ചെയ്യും. സോ ഇതാണ് ബേസിക്കലി ഇലക്ട്രോമെക്കാനിക്കൽ ആക്ച്വേറ്റേഴ്സ്. ഒന്ന് ബ്രീഫ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിനകത്ത് മെയിനായിട്ടുള്ളത് സോളിനോയിഡാണ്. സോളിനോയിഡ് നമുക്ക് ടു ആൻഡ് ഫ്രോ ഒരു ലീനിയർ മോഷൻ തരുന്നു. അതിനകത്തൊരു കോയിലും പ്ലങ്കർ മെക്കാനിസമാണ്. കോയിൽ എക്സൈറ്റ് ചെയ്യുമ്പോൾ ആ പ്ലങ്കർ ടു ആൻഡ് ഫ്രോ പുഷോ പുള്ളോ നമുക്ക് ഔട്ട്പുട്ട് ചെയ്യും. സെക്കൻഡ് ആയിട്ടുള്ളത് മോട്ടേഴ്സാണ്. മോട്ടേഴ്സ് എന്ന് പറയുമ്പോൾ DC ഉണ്ട്, AC ഉണ്ട്, സ്റ്റെപ്പർ മോട്ടറുണ്ട്. സോ DC AC മോട്ടേഴ്സ് നമുക്ക് പറയാം അതിൻ്റെ ഔട്ട്പുട്ട് ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ളൊരു റൊട്ടേഷൻ, അതായത് ഒരു ആംഗുലർ മൂവ്മെൻറ്റിൽ തരും. പക്ഷേ സ്റ്റെപ്പർ മോട്ടർ എന്ന് പറയുമ്പോൾ സ്റ്റെപ്പ് വഴിയായിരിക്കും അത് അഡ്വാൻസ് ചെയ്യുന്നത്. സോ DC മോട്ടേഴ്സും AC മോട്ടേഴ്സും നമുക്ക് ഹൈ പവർ ആപ്ലിക്കേഷൻസിൽ അതേപോലെ ലോ പവർ ആപ്ലിക്കേഷൻസിൽ യൂസ് ചെയ്യാൻ പറ്റും. DC മോട്ടറിലും AC മോട്ടറിലും നമുക്ക് 3 ഫേസ് ACയോ അല്ലെങ്കിൽ സിംഗിൾ ഫേസ് ACയോ യൂസ് ചെയ്യാം. പക്ഷേ സ്റ്റെപ്പർ മോട്ടർ എന്ന് പറയുമ്പോൾ കൂടുതലും നമ്മൾ ലോ പവർ ആപ്ലിക്കേഷൻസ്, അതായത് ഇലക്ട്രോണിക്സ് ഇൻഡസ്ട്രിയിലായിരിക്കും കൂടുതൽ യൂസ് ചെയ്യുന്നത്. എസ്പെഷ്യലി അതിനെ ഡിജിറ്റൽ സർക്യൂട്ട്സിലേക്ക് നമുക്ക് കണക്ട് ചെയ്യാമെന്നുള്ളൊരു പ്രത്യേകതയാണ് ഉണ്ടാകുന്നത്. സോ ഈ 3 മോട്ടോഴ്സിൽ നമുക്കൊരു സ്റ്റേറ്റർ റോട്ടർ ആയിരിക്കുള്ളത്. സോ സ്റ്റേറ്ററിൻ്റെ റോട്ടറിൻ്റെ ഫീച്ചേഴ്സ് അനുസരിച്ചായിരിക്കും മോട്ടോഴ്സിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സും വേരി ചെയ്യുന്നത്. സോ താങ്ക് യു.